Nature is the real teacher and all the natural forces are beyond our control. Here we are discussing such a topic, A Day in the Country by Anton Chekhov. ആന്റൺ ചെക്കോവിൻ്റെ എ ഡേ ഇൻ ദ കൺട്രി എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പേപ്പർ AEC ഫോർ സയൻസ്. FIUG പ്രോഗ്രാമിൽ AEC സയൻസ് കുട്ടികൾക്കുള്ള ടോപ്പിക്കാണ് A Day in the Country, and it is written by Anton Chekhov. Anton Chekhov is a famous Russian writer, and A Day in the Country is a short story written by Anton Chekhov. It pays a homage to an unsung hero, a cobbler named Terenty. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ടെറൻറ്റി എന്ന കഥാപാത്രം. ആൻഡ് ഹീസ് എ കോബ്ലർ. ഒരു കോബ്ലർ ആണ്. ഹി ഹാസ് നോ ഹൗസ് ആൻഡ് റിലേറ്റീവ്സ്. വീടില്ല, അതേപോലെ തന്നെ എന്താണ് ബന്ധുക്കൾ, അങ്ങനെ ആരും ഇല്ലാത്ത ഒരു ചെരുപ്പ് കുത്തിയാണ്. കോബ്ലർ മീൻസ് ചെരുപ്പ് കുത്തിയാണ് ടെറൻറ്റി. ആൻഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു the protagonist or the main character is Terenty. Other characters are Fjokla and Danica. Fjokla, Danica എന്ന രണ്ട് കുട്ടികളാണ് മറ്റ് കഥാപാത്രങ്ങൾ. അതായത് Fjokla is a little girl having 6 years of age. ഏകദേശം 6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ഷീ ഈസ് ആൻ ഓർഫൻ. ഒരു അനാഥ കുട്ടിയാണ്. ആൻഡ് ഓൾസോ എ ബെഗർ. ഒരു എന്താണ് ബെഗറായിട്ട് ജീവിക്കുന്ന അനാഥയായ കുട്ടി. അവളുടെ സഹോദരനാണ് ഡാനിക്ക. ആൻഡ് ഹി ഈസ് ഹാവിങ് 8 years of age. 8 വയസ്സ് പ്രായമുള്ള അവളുടെ സഹോദരനാണ് ഡാനിക്ക. ഇവർ രണ്ടുപേരും ഓർഫൻസ് ആണ്. അതേപോലെ തന്നെ ബെഗിങ് ആണ്, അതായത് ഭിക്ഷ എടുത്താണ് അവർ ജീവിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് സിലാൻഡി സീലിച്ച്. സിലാൻഡി സീലിച്ച്, ഹി ഈസ് എ സാക്രിസ്റ്റൻ. സാക്രിസ്റ്റൻ മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് സാക്രിസ്റ്റി, അതായത് ഹോളി തിങ്സ് ഓർ സേക്രഡ് വെസൽസ് ഇൻ ദ ചർച്ച്. പള്ളിയിലെ വിശുദ്ധമായിട്ടുള്ള പാത്രങ്ങളും അതേപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് സാക്രിസ്റ്റൻ എന്നറിയപ്പെടുന്നത്. ആ ജോലിയാണ് നമ്മുടെ സിലാൻഡി സീലിച്ചിന്. അങ്ങനെ ഈ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ സ്റ്റോറിയിലുള്ളത്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. At the beginning of the story, Fjokla, a beggar girl of 6 years, comes there running through the village. ഈ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഫോക്ല, നമ്മൾ പറഞ്ഞു പെൺകുട്ടി 6 വയസ്സുള്ളതാണ്. ആൻഡ് ഷീ ഈസ് റണ്ണിങ് ത്രൂ ദ വില്ലേജ്. ഗ്രാമത്തിലൂടെ ഓടി വരികയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദ വില്ലേജ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ ആൻ അപ്രോച്ചിങ് സ്റ്റോം. ഈ സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ ഒരു കാറ്റിൻ്റെ ശക്തി കൂടി വരുമെന്ന ഒരു അറിയിപ്പുണ്ട്. അതായത് കൊടുങ്കാറ്റ് ആ പ്രദേശത്ത് ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്തയിൽ എല്ലാ ആളുകളും അതിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് അവിടെ നിന്ന് സ്ഥലം മാറാനുള്ള തയ്യാറെടുപ്പുകളാണ്. അവരുടെ വസ്തുവകകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സേഫ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്താണ് ഈ പെൺകുട്ടി ഓടി വരുന്നത്. ആൻഡ് ഷീ അഡ്രസ്സസ് എവരി വൺ ആസ് അങ്കിൾ. അങ്കിൾ എന്നാണ് അവൾ എല്ലാവരെയും വിളിക്കുന്നത്. അങ്ങനെ ഓരോ ആളെയും വിളിക്കുന്നുണ്ട്. ആൻഡ് ഷീ സെർച്ചിങ് ഫോർ ടെറൻറ്റി ഇൻ ദ കിച്ചൺ ഗാർഡൻ. അങ്ങനെ ഓരോ ആളോടും അവൾ ഓടി വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ടെറൻറ്റിയെ കണ്ടോ, അങ്കിളിനെ കണ്ടിട്ടോ, ടെറൻറ്റി അങ്കിളിനെ കണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ടെറൻറ്റി ഈസ് സീൻ ഇൻ ദ കിച്ചൺ ഗാർഡൻ. കിച്ചൺ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെയുള്ള വെജിറ്റബിൾസ്, അതേപോലെ മറ്റ് ഫ്രൂട്ട്സ് ഇതൊക്കെ നട്ട് വളർത്തുന്ന സ്ഥലമാണ് കിച്ചൺ ഗാർഡൻ. ആൻഡ് Terenty is a tall man with a thin pock-forked face, very long legs and barefoot, and dressed in a woman's tattered jacket. ഇത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അപ്പോൾ അതിൽ ടെറൻറ്റിയുടെ രൂപമാണ് പറയുന്നത്. ഹി ഈസ് എ ടോൾ മാൻ, നല്ല നീളമുള്ള മനുഷ്യനാണ്. ആൻഡ് വിത്ത് എ തിൻ പോക്ക് ഫേസ്. പോക്ക് മാർക്ക്ഡ് ഫേസ് മീൻസ് അത്ര വലിയ സ്റ്റൈലൊന്നുമില്ല. ആ ചെറിയ ചെറിയ കുത്തു അടയാളങ്ങളും, മുഖത്ത് ചെറിയ ചെറിയ കുത്തു അടയാളങ്ങളൊക്കെ ഉള്ള മനുഷ്യൻ. അതേപോലെ ഹാവിങ് വെരി ലോങ് ലെഗ്സ്, നീളമുള്ള കാലുകൾ. ആൻഡ് ബെയർ ഫുട്ട്, ചെരുപ്പൊന്നുമില്ല. ആൻഡ് ഡ്രസ്ഡ് ഇൻ എ വുമൻസ് ടാറ്റേഡ് ജാക്കറ്റ്, ഒരു
സ്ത്രീ വേഷമാണ് അവർ ഇട്ടേക്കുന്നത്. അതായത് അത് തന്നെ കീറിപ്പറഞ്ഞ ഒരു സ്ത്രീ വേഷമാണ് അവർ ഇട്ടേക്കുന്നത്. അതാണ് ടെറൻറ്റിയുടെ രൂപം. അങ്ങനെയുള്ള ടെറൻറ്റിയെ അവൾ കിച്ചൺ ഗാർഡനിൽ കണ്ടെത്തുന്നു. ആൻഡ് ദി സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ റഷ്യൻ വില്ലേജ് ഇൻ വിച്ച് പീപ്പിൾ ലിവ് ഇൻ ഹട്ട്സ്. ഇതിൻ്റെ സെറ്റിംഗ് ഒരു റഷ്യൻ വില്ലേജ് ആണ്. അവിടെ സാധാരണക്കാരായ ആളുകൾ, കുടിലിൽ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകളുടെ ഒരു കഥയാണിത്. ആൻഡ് ഓൾ ഓഫ് ദം വർക്ക് ഇൻ ദ കിച്ചൺ ഗാർഡൻ, വെജിറ്റബിൾ പ്ലോട്ട്സ് ആൻഡ് ഫീൽഡ്സ്. അവിടെയുള്ള എല്ലാ ആളുകളും കൃഷിപ്പണിയാണ് പ്രധാനമായിട്ടും. കിച്ചൺ ഗാർഡൻ ഉണ്ട്, അടുക്കളത്തോട്ടങ്ങളുണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾ പ്ലോട്ട് ഉണ്ട്. എന്താണ് കൃഷി സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ വളർത്തുന്ന സ്ഥലം. അതോടൊപ്പം തന്നെ ഫീൽഡ്സ്, വയലുകളുണ്ട്. അങ്ങനെ കൃഷിപ്പണിയുമായി ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. ദർ ഈസ് എ കമ്മ്യൂണിറ്റി ബാൺ ഫോർ സ്റ്റോറിങ് കോൺ. ഇനി ഒരു ധാന്യ കലവറയുണ്ട്. ഈ കൃഷിയൊക്കെ ചെയ്ത് ആ ധാന്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കലവറ അവിടെയുണ്ട്. ആൻഡ് ഫോക്ല ആൻഡ് ഡാനിക ആർ ഓർഫൻസ് ആൻഡ് ബെഗേഴ്സ് ഹു ആർ ലിവിങ് ഇൻ ദ കമ്മ്യൂണിറ്റി ബാൺ. ഈ രണ്ട് കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോക്ലയും ഡാനികയും, അവർ താമസിക്കുന്നത് ഈ കലവറയുടെ അടുത്താണ്. അതായത് ഈ കമ്മ്യൂണിറ്റി ബാണിൽ നമ്മൾ പറഞ്ഞു അവർക്ക് വീടൊന്നുമില്ല, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവരാണ്, അവരിവിടെയാണ് താമസിക്കുന്നത്. ആൻഡ് ഡാനികയുടെയും നമ്മളുടെ ഫോക്ലയുടെയും വയസ്സ് എത്രയാണെന്ന് പറഞ്ഞു. ഡാനിക is having 8 years and Fokla is having 6 years. And Danica is a boy with red hair and a pale sickly face. ഡാനികയുടെ രൂപം 8 വയസ്സുള്ള കുട്ടി, അതേപോലെ തന്നെ റെഡ് ഹെയർ ആണ്, അതായത് എണ്ണയൊന്നും തേക്കാതെ പാറിയ പോലത്തെ മുടിയാണ്, ചുവന്ന കളറായി. ആൻഡ് എ പെയിൽ സിക്ലി ഫേസ്, രോഗം വന്ന പോലത്തെയുള്ള ഒരു മുഖം, അതായത് വളരെ മെലിഞ്ഞ എണ്ണയൊന്നും തേക്കാത്ത പോലത്തെ മുടിയൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടി. ദ വില്ലേജ് ഈസ് ഗെറ്റിംഗ് റെഡി ടു ഫേസ് ദ സ്റ്റോം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വില്ലേജിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ഫേസിങ് ദ സ്റ്റോം. ഒരു വലിയ ശക്തമായ കൊടുങ്കാറ്റ് അവിടെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ലൂസ് ഒക്കെ ഉള്ളത് കൊണ്ട്, അതായത് അന്തരീക്ഷത്തിൽ കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി ചെറിയ കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പണ്ടത്തെ ആളുകൾക്ക് ദേ ക്യാൻ പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം. ഇപ്പോഴത്തെ പോലെയുള്ള മോഡേൺ ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ തന്നെയും അവർക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ഇംപെൻഡിങ് സ്റ്റോമിന് വേണ്ടിയിട്ട് അവരുടെ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബിഗ് ക്ലൗഡ്സ് കവർ ദ സൺ ആൻഡ് ദേ ക്യാൻ സീ ലൈറ്റ്നിങ് ഫ്ലാഷസ്. ഈ സമയത്ത് സൂര്യനെ മറച്ച് കറുത്ത കാർമേഘം ഇങ്ങനെ ഉരുണ്ടുകൂടി വരികയാണ്. അതേപോലെ തന്നെ ലൈറ്റ്നിങ് ഫ്ലാഷസ്, മിന്നലും ഉണ്ട്. ആൻഡ് ദ വിൻഡ് ബ്ലോസ് ഹെവിലി, ബീറ്റ്സ് ദ ട്രീസ് ആൻഡ് സ്റ്റിർസ് അപ്പ് ദ ഡസ്റ്റ്. ഈ സമയത്ത് ചെറിയ കാറ്റടിക്കുന്നുണ്ട്. ചെറിയ കാറ്റ് പിന്നീട് വലുതായി മാറുന്നു. അങ്ങനെ വലുതായി മാറുന്ന കാറ്റ് മരച്ചില്ലകളെയൊക്കെ താഴ്ത്തിക്കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ പൊടി ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്നു, അതായത് പൊടിക്കാറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഈ സമയത്ത് മഴ പെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ആ ഒരു ശക്തി പ്രാപിച്ചു വരുവാണ്, ആ കാറ്റിൻ്റെ ശക്തി പ്രാപിച്ചു വരുവാണ്. അപ്പോഴത്തേക്കും മഴയും പെയ്യുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ഫോക്ല ആൻഡ് ഡാനിക ആർ ഇൻ ദി നിയർ ബൈ ഫോറസ്റ്റ്. ഈ സമയത്ത് നമ്മുടെ ഫോക്ലയും ഡാനികയും വെറുതെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഫോറസ്റ്റിലെത്തിയിട്ടാണുള്ളത്. ആൻഡ് ദേ സീ കുക്കൂസ് എഗ് ഇൻ ദ ഹോൾ ഓഫ് എ ട്രീ. അവർ ഫോറസ്റ്റിലെത്തി ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്ന സമയത്താണ് കുയിലിൻ്റെ മുട്ട ഒരു ഹോളിനുള്ളിൽ ഇരിക്കുന്നത് കാണുന്നത്. ആൻഡ് ഫോർ ഫോക്ല ഡാനിക പുട്സ് ഹിസ് ഹാൻഡ് ഇൻ ദ ഹോൾ. ഈ സമയത്ത് നമ്മുടെ കൊച്ചനിയത്തി പറഞ്ഞു, ഫോക്ല പറഞ്ഞു, ഏട്ടാ എനിക്ക് ആ മുട്ട എടുത്ത് തരുമോ? ഇതിൻ്റെ കുക്കുവിൻ്റെ മുട്ട അവിടെ കാണുന്നുണ്ട്, ആ കൂട്ടിനുള്ളിൽ മുട്ട ഇരിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ആ മുട്ട എനിക്ക് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നു. ആ മരത്തിൻ്റെ ഹോളിനുള്ളിൽ, പൊത്തിനുള്ളിൽ മുട്ട ഇരിക്കുന്നത് കാണുന്ന ഫോക്ല നമ്മുടെ ഡാനികയോട് പറയുന്നു, ഏട്ടാ എനിക്കത് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് തൻ്റെ കുഞ്ഞനുജത്തിക്ക് വേണ്ടിയിട്ട് ഡാനിക ആ പൊത്തിനുള്ളിൽ കൈയിടുന്നു. ഈവൻ ദോ ഹി ഗെറ്റ്സ് ദ എഗ് ഹി കനോട്ട് ടേക്ക് ഹിസ് ഹാൻഡ് ഔട്ട്. അവൻ ആ മുട്ട തൊടാൻ സാധിക്കുന്നു, ആ പൊത്തിലൂടെ കൈയിട്ട് മുട്ട തൊടുന്നു, പക്ഷേ പുറത്തേക്ക് കൈയെടുക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇറ്റ് സ്റ്റിക്സ് ഇൻ ദ ഹോൾ. ആ ഹോളിനുള്ളിൽ കൈ അവിടെ കുടുങ്ങിപ്പോകുന്നു. ആൻഡ് ഫോക്ല ഗെറ്റ്സ് സ്കെയർഡ് ആൻഡ് ഷീ റൺസ് ടു ദ വില്ലേജ് ഇൻ സെർച്ച് ഓഫ് ടെറൻറ്റി ഹു ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ദം. ഈ സമയത്ത് കുഞ്ഞനിയത്തിയാണ്, 6 വയസ്സേ ഉള്ളൂ, പേടിച്ചു പോയി.
തൻ്റെ ഏട്ടൻ്റെ കൈ അപ്പോത്തിനുള്ളിൽ കുടുങ്ങി എടുക്കാൻ കഴിയുന്നില്ല. ഫോറസ്റ്റാണ്, ഫുള്ള് വനമാണ്, ഇരുടാണ്. ആ ഒരു കാലാവസ്ഥയിലാണ് ഈ കുട്ടി അവിടെ പെട്ടുപോകുന്നത്. പെട്ടെന്ന് പേടിച്ചു. അപ്പോഴത്തേക്ക് ഓടി. എവിടേക്കാണ് ഓടിയത്? വില്ലേജിലേക്ക് ഓടി. ആരെ അന്വേഷിച്ചിട്ട്? ടെറൻറ്റിയെ അന്വേഷിച്ചിട്ട് നേരെ ഗ്രാമത്തിലേക്ക് വന്നു. കാരണം ടെറൻറ്റി അന്വേഷിക്കാൻ കാരണം ഹി ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ദം. ഈ കുട്ടികളോട് ആ ഗ്രാമത്തിൽ വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ടെറൻറ്റി. അപ്പോൾ ആ കുട്ടികൾ എന്താവശ്യപ്പെട്ടാലും അവർക്ക് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് നേരെ അദ്ദേഹത്തെ അന്വേഷിച്ച ഫോക്ല ഓടി. ആൻഡ് ഷി ആസ് എവറി വൺ അബൌട്ട് ഹിം. ആ ഓടുന്ന വഴിക്ക് വഴിയിൽ കാണുന്ന എല്ലാവരോടും ചോദിക്കുന്നു, ടെറൻറ്റി അങ്കിളിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ബട്ട് നോ വൺ ആൻസേർഡ് ഹെർ ആസ് ദേ ആർ ബിസി ഇൻ ടേക്കിംഗ് ഷെൽട്ടർ ഫ്രം ദ ഇംപെൻഡിങ് സ്റ്റോം. പക്ഷേ ആരും തന്നെ അവളോട് മറുപടി പറയുന്നില്ല. കാരണം എല്ലാവരും തിരക്കാണ്. ഈ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കൊടുങ്കാറ്റിനുള്ളിൽ തങ്ങളുടെ സാധനങ്ങളൊക്കെ സേഫാക്കി വെക്കണം, തങ്ങളും സേഫ് ആവണം. അതുകൊണ്ട് എല്ലാവരും തിരക്കാണ്. ആരും അവളോട് മറുപടി പറയുന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ മീറ്റ്സ് സിലാൻഡി സീലിച്ച്, the sacristan, a friend of Teറൻറ്റി, who informs her that Teറൻറ്റി is in the kitchen gardens. അവസാനം ഇവള് സിലാൻഡീസ് സീലിച്ചിനെ കാണുന്നു. അദ്ദേഹം നമ്മൾ പറഞ്ഞു ഈസ് ഇൻ ചാർജ് ഓഫ് സെക്രിസ്റ്റൻ. സെക്രിസ്റ്റ് അതായത് ആ ഒരു പള്ളിയിലെ എന്താണ് ഹോളി വെസൽസ്, വിശുദ്ധമായ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അൾത്താര നമുക്ക് തന്നെ പറയാം. അൾത്താരയുടെ ആ ഒരു ഷെൽഫിന്റെ ഒക്കെ ഇൻചാർജ് ഉള്ള വ്യക്തിയാണ് സിലാൻഡി സീലിച്ച്. അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം പറയുന്നു, നീ അന്വേഷിക്കുന്ന ടെറൻറ്റി എവിടെയുണ്ട്? കിച്ചൺ ഗാർഡനിലുണ്ട്, അവിടെ പോയി കണ്ടോളൂ എന്ന് പറയുന്നു. ആൻഡ് ഫോക്ല റൺസ് ടു ദ കിച്ചൺ ഗാർഡൻ ആൻഡ് സീസ് ഹിം നിയർ ദ വെജിറ്റബിൾ പ്ലോട്ട്. ഫോക്ല അവിടുന്ന് ഓടുന്നു. അവിടുന്ന് ഓടി കിച്ചൺ ഗാർഡനിൽ വരുന്ന സമയത്ത് നമ്മുടെ ടെറൻറ്റിയെ കാണുന്നു. അയാൾ വെജിറ്റബിൾ പ്ലോട്ടിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. And he looked drowsy and swayed in the wind like a songbird with a straight beak. ഈ സമയത്ത് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാറ്റത്ത് ഇങ്ങനെ ആടി ഉലയുന്ന ഒരു മനുഷ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മെലിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ആ മെലിഞ്ഞ വ്യക്തി ഒരു മരച്ചില്ല പോലെ, ഒരു എന്താണ് സോങ് ബേർഡ്, പാടുന്ന ഒരു പക്ഷിയെ പോലെ, നീണ്ട കൊക്കുള്ള ഒരു പക്ഷിയെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. അതായത് നീണ്ട കാലാണോ ഉദ്ദേശിക്കുന്നത്, നീണ്ട കാലും ഒക്കെ ഉള്ള ആ മെലിഞ്ഞ മനുഷ്യൻ കാറ്റത്ത് ആടുന്ന രീതിയിൽ കാണപ്പെടുന്നു. ആൻഡ് ഷീ ഗ്രാബ്സ് ഹിസ് കോട്ട്. പെട്ടെന്ന് ടെറൻറ്റിയെ കണ്ട ഉടനെ ഇവള് നമ്മുടെ ടെറൻറ്റിയുടെ കോട്ട കയറി പിടിച്ചു. ആൻഡ് റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. കോട്ട കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കണം. ആൻഡ് ഷീ റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ഷീ റിവീൽസ് ദ മിസ്ഹാപ്പ് ടു ഹിം. ഈ ഒരു മിസ്ഹാപ്പ് മീൻസ് ട്രാജഡി. അവൾക്ക് സംഭവിച്ച ആ ഒരു ദുരന്തം, അതായത് അവളുടെ സഹോദരന് സംഭവിച്ച ഈ ഒരു ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ടെറൻറ്റി ഗെറ്റ്സ് അപ്സെറ്റ്. പെട്ടെന്ന് ടെറൻറ്റി ഞെട്ടിപ്പോയി. കാരണം എന്താണ്, ദേ ആർ റെഡി ടു ഫേസ് ദി ഇംപെൻഡിങ് സ്റ്റോം. വരുന്ന ഒരു കൊടുങ്കാറ്റിനെ നേരിടാൻ ഇങ്ങനെ എന്താണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കാലാവസ്ഥ മുഴുവൻ കറുത്ത നിറമായിട്ടാണുള്ളത്, ഫുള്ള് ഇരുട്ടാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് വനത്തിലുമാണുള്ളത്. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. ആൻഡ് വാക്സ് വെരി ഫാസ്റ്റ് ടു ഹെൽപ്പ് ദ ബോയ്. പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം വേഗം ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നടക്കാൻ തുടങ്ങി. ദ ഫോറസ്റ്റ് വാസ് 1.5 miles away. ആ സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 മൈൽ ദൂരത്താണ് ആ ഫോറസ്റ്റ്. ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ആസ് ദ സ്കൈ ഈസ് ഫിൽഡ് വിത്ത് ഡാർക്ക് ക്ലൗഡ്സ്. വളരെ ഇരുട്ടായി വരുന്നത്. കാരണം സമയം ഇരുട്ടല്ല, പക്ഷേ ആ ഒരു കാലാവസ്ഥ കാരണം സൂര്യൻ മറഞ്ഞു, കാർമേഘാണുള്ളത്. അങ്ങനെ ആ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ഇരുട്ട് തോന്നുന്നു. ആൻഡ് ടെറൻറ്റി ആൻഡ് ഫോക്ല ടേക്ക് ദ ഡസ്റ്റി റോഡ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോറസ്റ്റ്. അവർ ഷോർട്ട് കട്ട് എടുത്തു. കാരണം 1.5 മൈൽ അകലെയാണ്. അങ്ങനെ ഒരു ഡസ്റ്റി റോഡ്, വലിയ ചളിയൊക്കെ നിറഞ്ഞ ഒരു റോഡിലൂടെ അവർ ഫോറസ്റ്റിലേക്ക്, ഷോർട്ട് കട്ടാണ്, അതിലേക്ക് കയറി. ആൻഡ് ഫോക്ല ഗെറ്റ്സ് സ്കെയർഡ് ആസ് ദ റെയിൻ സ്റ്റാർട്ടഡ്. മഴ പെയ്യാൻ തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞു ചെറിയ മഴയാണ്, ഇപ്പോൾ മഴയ്ക്ക് ശക്തി കൂടി. അപ്പോഴത്തേക്ക് ചെറിയ കുട്ടിക്ക് പേടിയായി. തൻ്റെ ഏട്ടൻ അവിടെ ഒറ്റയ്ക്കാണ്. ഇതൊക്കെ ഓർത്ത് കുട്ടിക്ക് പേടിയായി. അത് മാത്രമല്ല, കുട്ടിയും ഇത്ര ശക്തമായ മഴ ഫേസ് ചെയ്തിട്ടില്ല, മഴയത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. സോ ടെറൻറ്റി അഷ്യൂർസ് ഹെർ ദാറ്റ് ഇറ്റ് നെവർ ഹാം ഹെർ ആസ് ഷീ ഈസ് എ ലിറ്റിൽ കിഡ്. ഈ സമയത്ത് ടെറൻറ്റി അവളോട് പറയുന്നു, മഴ പേടിക്കൊന്നും വേണ്ട കേട്ടോ, മഴ നിന്നെ ഉപദ്രവിക്കില്ല. കാരണം നീ ചെറിയ മോളല്ലേ. നമ്മൾ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്താ പറഞ്ഞത്, ചെറിയ മക്കളെ ഒന്നും മഴ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഹി സേസ് ടു ഹെർ ദാറ്റ് ട്രീസ് ആർ ഫെഡ് ബൈ ദ റെയിൻ.
പിന്നീട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ഈ മഴ പെയ്താലും മാത്രമാണ് മരങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ, മരങ്ങൾ ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, അല്ലാതെ മോളെ ഉപദ്രവിക്കൊന്നും ചെയ്യൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നു. 6 വയസ്സുള്ള ചെറിയ മോളാണ്. ആൻഡ് ഷീ ബിഗാൻ ടു ലേൺ ന്യൂ ലെസൺസ് ഫ്രം ടെറൻറ്റി. ഈ സമയത്ത് പല പല പുതിയ അറിവുകളും അവൾ പഠിക്കുന്നു. ആൻഡ് സൂൺ ആഫ്റ്റർ ദ ക്ലൗഡ്സ് ഡിസപ്പിയർ ദേ ഷാൽ ബി ഡ്രൈ എഗെയിൻ ലൈക്ക് ദ ഗ്രാസ് ആൻഡ് എർത്ത്. ഇനി ഈ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന പുല്ലും മരങ്ങളും ഒക്കെ മഴ കഴിയുമ്പോൾ നല്ല സുന്ദരമായി മാറും, ഫ്രഷായി മാറും, ഈ ഭൂമി പോലെ ഫ്രഷായി മാറും. വൈൽ ദേ ആർ മൂവിങ് ഫോർവേഡ് ദേ സീ എ ബിഗ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ഫോളോഡ് ബൈ തണ്ടർ. ഈ മഴയുടെ ആ ഒരു പേടിയൊക്കെ ഒന്ന് കുറഞ്ഞ് കുട്ടി മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരും മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ശക്തമായ മിന്നലും ഇടിയും. ആൻഡ് ഫോക്ല ഫീൽസ് ദാറ്റ് ദ ലൈറ്റ്നിങ് ഈസ് സ്പ്ലിറ്റിംഗ് ദ സ്കൈ ആൻഡ് ഷീ ഗെറ്റ്സ് മോർ സ്കെയർഡ് നൗ. ഈ സമയത്ത് അവൾക്ക് തോന്നിയത് ആകാശത്തെ കീറിയിട്ടാണ് ഈ മിന്നൽ വരുന്നതെന്ന് അവൾക്ക് തോന്നി. കുട്ടിക്ക് പിന്നെയും പേടിയായി, നേരത്തെ ഉള്ളതിനേക്കാളും ഇരട്ടി പേടിയായി. And Terandi tries to pacify her by saying that it never hurt her as she is a little kid. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഇതൊന്നും ചെറിയ മക്കളെ ബാധിക്കില്ല, ചെറിയ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ആൻഡ് ടെറൻറ്റി ബിഗാൻ ടു മേക്ക് സ്പീഡി സ്റ്റെപ്സ്. ഈ സമയത്ത് അദ്ദേഹം വീണ്ടും നടത്തത്തിനൊന്ന് വേഗത കൂട്ടി. ആൻഡ് ഹിസ് ഫീറ്റ് വാസ് കവേർഡ് വിത്ത് വെറ്റ് ക്ലേ. ആ നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഡസ്റ്റി റോഡാണ്, ആ റോഡിലെ ചളിയൊക്കെ അദ്ദേഹത്തിന്റെ കാലിന് പറ്റാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഈസ് സ്ലിപ്പറി ആൻഡ് സോ ഡിഫിക്കൽട്ട് ടു വാക്ക്. കാല് മുഴുവൻ ചളിയായിട്ട് സ്ലിപ്പാവുന്നു, അതായത് തെന്നി വീഴാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ നടക്കാൻ പ്രയാസം, കാലിന് മുഴുവൻ ചളിയാണ്, ചളിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് വഴുതുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി. അറ്റ് ലാസ്റ്റ് ദേ ഗോ ടു ദി കൗൺസ് കോപ്സ്. അവസാനം അവര് കൗൺസ് കോപ്സ് ആ ഒരു സ്ഥലത്തെത്തുന്നു, അതായത് ആ ഫോറസ്റ്റിനുള്ളിലെ സ്ഥലത്തെത്തുന്നു. ആൻഡ് ഹിയറിംഗ് ഫുഡ് സ്റ്റെപ്സ് ഡാനിക ഗെറ്റ്സ് കംഫർട്ടഡ് ആസ് ഹി സീസ് ടെറൻറ്റി ആൻഡ് ഫോക്ല. ഈ സമയത്ത് നമ്മുടെ ഡാനികയും പേടിച്ചിരിക്കുകയാണ്. 8 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവനും പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് കാൽപാദത്തിന്റെ ഒച്ച കേൾക്കുന്നത്, ആരോ നടന്നു വരുന്ന ഒച്ച കേൾക്കുന്നു. ഈ സൗണ്ട് കേട്ട ഉടനെ അവന് സമാധാനമായി. അവന് കാണുന്നത് നമ്മുടെ ടെറൻറ്റിയെയും അവന്റെ കുഞ്ഞനിയത്തിയായ ഫോക്ലയുമാണ്. ടെറൻറ്റി സ്നാപ്ഡ് ഓഫ് ദ ബ്രോക്കൺ പീസ് ഓഫ് വുഡ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ ഹോൾ ആൻഡ് പുള്ളിങ് ഔട്ട് ഹിസ് ഹാൻഡ്. പെട്ടെന്ന് നമ്മുടെ ടെറൻറ്റി അവിടെ ഉള്ള മരക്കൊമ്പ്, അതായത് ഈ പൊത്തിന്റെ അടുത്തുള്ള ഒരു ഒടിഞ്ഞ മരക്കൊമ്പ് പൊട്ടിച്ച് ആ വിടവിലൂടെ കുട്ടിയുടെ കൈ പുറത്തെടുക്കുന്നു. ആൻഡ് ഡാനിക ആസ്ക്ഡ് ടെറൻറ്റി ഓഫ് ദി തണ്ടർ ആൻഡ് വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ. പെട്ടെന്ന് കുട്ടിക്ക് സമാധാനമായി. തൻ്റെ കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് അവൻ ടെറൻറ്റിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അന്ന് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെ ഇടിയെടുക്കുന്നത്, ഇതെങ്ങനെയാ ഇടി ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആൻഡ് ഹി റിപ്ലൈസ് ദാറ്റ് വൺ ക്ലൗഡ് റൺസ് എഗെയിൻസ്റ്റ് ദി അതർ ദാറ്റ് മേക്സ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. പെട്ടെന്ന് ടെറൻറ്റി പറഞ്ഞു കൊടുക്കുന്നു, 2 മേഘങ്ങൾ കൂട്ടിയിടിക്കുമ്പോഴാണ്, ഒരു മേഘത്തിൻ്റെ അടുത്തേക്ക് മറ്റൊരു മേഘം വന്ന് അവർ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ഈ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഓൺ ദെയർ വേ ബാക്ക് ദ ചിൽഡ്രൻ സീ എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ആ വനത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവർ തിരിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും കാണുന്നു. ഡാനിക ടെൽസ് ഹിം അബൌട്ട് ദി ഡക്സ് ദാറ്റ് ഫ്ലൂ ബൈ ദെയർ ആൻഡ് ഗസസ് ദാറ്റ് ദേ മേ ബി റെസ്റ്റിംഗ് ഇൻ ദി നീലിയ സിമിസ്റ്റ മാർഷസ്. ഈ സമയത്ത് ഡാനിക പറയുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ഡക്കിനെ കണ്ടു, താറാവുകളെ കണ്ടു. അവയൊക്കെ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും, ഏതാണ് നീലിയ സിമിഷ എന്ന ചതുപ്പിൽ നിലത്തായിരിക്കും. മാർഷ് മീൻസ് ചതുപ്പ് നിലം. അവിടെ ആയിരിക്കും, ആ ചതുപ്പ് നിലത്തിലായിരിക്കാം അവർ താമസിക്കുന്നത്. ആൻഡ് ഡാനിക ആസ്ക്ഡ് ഫോക്ല ടു ഷോ ദ നൈറ്റിംഗേൽസ് നെസ്റ്റ് ബട്ട് ടെറൻറ്റി പ്രിവെന്റ്സ് ഹിം ഫ്രം ടച്ചിങ് ദ നെസ്റ്റ് ആസ് ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ടു ദ ബേർഡ്. ഈ സമയത്ത് ഡാനിക പറയുന്നു, ആരോട്, ഈ ഫോക്ലയോട് പറയുന്നു, നൈറ്റിംഗേലിന്റെ കൂട് നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാൻ പറയുന്നു. പക്ഷേ ടെറൻറ്റി പറയുന്നു, അങ്ങനെ പാടില്ല, കാരണം ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ടു ദിസ് ബേർഡ്. ആ പക്ഷിക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ്, ശല്യമായി മാറും. പക്ഷിയുടെ കൂടൊന്നും നമ്മൾ തൊടാൻ പാടില്ല, അതുകൊണ്ട് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ആൻഡ് ദാറ്റ് ബേർഡ് ഈസ് ഗിഫ്റ്റഡ് വിത്ത് ദ വോയിസ് ടു പ്രൈസ് ഗോഡ് ആൻഡ് ഗ്ലൈഡൻ ദ ഹാർട്ട് ഓഫ് മാൻ. ആ പക്ഷിയുടെ പ്രത്യേകത, നൈറ്റിംഗേലിന്റെ പ്രത്യേകത
ദ ബേർഡ് ഈസ് ഗിഫ്റ്റഡ് വിത്ത് ഗുഡ് വോയിസ്. സ്വീറ്റ് വോയിസ്, വളരെ മനോഹരമായ ശബ്ദം കൊണ്ട്. ആ ശബ്ദം എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൈസ് ഗോഡ്, ദൈവത്തെ പുകഴ്ത്താനും അതോടൊപ്പം തന്നെ ഗ്ലാഡൻ ദ ഹാർട്ട് ഓഫ് മാൻ, എന്താണ്, ടു ഗിവ് ഹാപ്പിനെസ് ടു ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന് സന്തോഷം പകരാനും ദൈവത്തെ സ്തുതിക്കാനും ശബ്ദമുള്ള ആ പക്ഷിയെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ടെറൻറ്റി പറയുന്നു. ആൻഡ് ദ ക്ലൗഡ്സ് ബിഗാൻ ടു ഡിസപ്പിയർ നൗ. ഈ സമയത്ത് പിന്നെ അവർ മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും മേഘങ്ങളൊക്കെ, കാർമേഘങ്ങളൊക്കെ പോയി അന്തരീക്ഷം തെളിയുന്നു. ആൻഡ് ദേ സീ ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ, നല്ല തെളിഞ്ഞ നീലാകാശം കാണുന്നു. ആൻഡ് ദേ വാക്ക് ത്രൂ ദ ഫീൽഡ്സ് ടുവേർഡ്സ് ദ റിവർ. അവര്, നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് കട്ടിലൂടെയാണ് വരുന്നത്. അവിടെ വയൽ കാണുന്നു. വയല് നേരെ പോകുന്നത്, വയലിൻ്റെ അടുത്ത് തന്നെ നദിയുണ്ട്. ആ ഒരു വഴിയിലൂടെ പോകുന്നു. ആൻഡ് ഡാനിക സീസ് എ സ്വാം ഓഫ് ബീസ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് എ യങ് ഓക്ക് ട്രീ. ഈ സമയത്ത് ഡാനിക കാണുന്നു കുറേ തേനീച്ചക്കൂട്ടം ഒരു ഓക്ക് മരത്തിൽ തേനീച്ച ഇങ്ങനെ കൂട് കൂട്ടി അങ്ങനെ കാണുന്നു. ആൻഡ് ടെറൻറ്റി ടെൽസ് ദം ദാറ്റ് ബീസ് കുഡ് ബി സെറ്റിൽഡ് ബൈ വാട്ടർ, ദാറ്റ് ഈസ് ദ ബീസ് ഹൈഡ് ഔട്ട് ഇൻ ദ ബീ ഹൈവ് വെൻ ഇറ്റ് റെയിൻസ് ഹാർഡ്. ഈ സമയത്ത് ടെറൻറ്റി പറയുന്നു, നല്ല ശക്തമായ മഴ വരുന്ന സമയത്ത് തേനീച്ചകൾ തേനീച്ചക്കൂട്ടിൽ ഉണ്ടാകും. അവർ മഴ വരുന്ന സമയത്ത് തേനീച്ചക്കൂട്ടിനുള്ളിൽ ഉണ്ടാകും. ആൻഡ് ദ ബിഗ്, അതിന് കാരണം പറയുന്നുണ്ട്, ദ ബിഗ് റെയിൻ ഡ്രോപ്സ് ക്യാൻ ബ്രേക്ക് ദ ബീസ്. ഈ തേനീച്ചയുടെ ചിറകുകളെ നശിപ്പിക്കാൻ ശക്തിയുള്ള മഴയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ദ ബീസ് സെറ്റിൽഡ് ആൻഡ് കളക്ട് ദ ഹോൾ സ്വാം ഓഫ് ബീസ് ആൻഡ് ദേ മേക്ക് എ സാക്ക് ഓഫ് ഗ്രൂപ്പ്. എന്താക്കി മാറ്റും? ഈ മഴ ശക്തമായി പെയ്യുമ്പോൾ തേനീച്ചയുടെ ചിറക് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ചിറക് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ ഒരു കൂട്ടമായിട്ട് ആ തേനീച്ചക്കൂട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഒരു ചാക്ക് പോലെ നമുക്ക് ഈ തേനീച്ച ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു തേനീച്ചക്കൂട് പോലെ അല്ലെങ്കിൽ ഒരു ചാക്ക് പോലെ ഈ തേനീച്ചകൾ ഇങ്ങനെ കൂട്ടമായി നിന്ന് മഴയിൽ നിന്ന് പ്രതിരോധിക്കും. ഇതും പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഡാനിക നൗ ലുക്സ് അറ്റ് ഹിസ് സിസ്റ്റേഴ്സ് സ്വോലൻസ് നെക്ക്. ഈ സമയത്ത് ഡാനിക ഫോക്ലയുടെ കഴുത്തിൽ ചെറിയൊരു തടിപ്പുണ്ട്, ആ തടിപ്പിലേക്ക് നോക്കുന്നു. ആൻഡ് ടെറൻറ്റി ടെൽസ് ഹിം ദാറ്റ് എ സ്പാനിഷ് ഫ്ലൈ സ്റ്റിംഗ് ക്യാൻ കോസ് സ്വെല്ലിംഗ്. ഈ സമയത്ത് പറയുന്നു, ഒരു സ്പാനിഷ് ഫ്ലൈ കുത്തിയതാണ്. ആ സ്പാനിഷ് ഫ്ലൈക്ക് അത് കുത്തുന്ന സമയത്ത് കഴുത്തിൽ ചെറിയൊരു തടിപ്പൊക്കെ ഉണ്ടാകും. ആ ഒരു എവിടെയാണോ കുത്തിയത് ആ ഭാഗത്ത് ചെറിയ തടിപ്പുണ്ടാവും. അത് കാര്യമാക്കണ്ട എന്ന് ടെറൻറ്റി പറയുന്നു. ആൻഡ് ദ സൺ ബിഗാൻ ടു ഷൈൻ ബ്രൈറ്റ്ലി. ഈ സമയത്ത് കുറച്ചും കൂടി ആകാശം തെളിഞ്ഞു, നല്ല കാലാവസ്ഥയായി. വൈൽ വാക്കിംഗ് ത്രൂ ദ ഫീൽഡ്സ് ടെറൻറ്റി ഷോസ് ദ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് വിത്ത് ഫ്രാഗ്രൻസ്. ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ ചെടികളും പൂക്കളും അതിൻ്റെ മണവും ഇതൊക്കെ ആസ്വദിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് ഓരോ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ടെറൻറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹി ഓൾസോ ടെൽസ് ദം ഓഫ് ദ ഹെർബ് ദാറ്റ് ക്യാൻ ക്യൂർ നോസ് ബ്ലീഡിങ്. മൂക്കിലൂടെ ചോര വരുന്ന ആ ഒരു രോഗത്തിന് ചികിത്സിക്കാൻ കഴിയുന്ന, അതിനെ സുഖപ്പെടുത്താൻ കഴിയുന്ന എന്തുണ്ട്? ഹെർബ്സ്, എന്താണ്, ചെടികൾ. അതിൻ്റെ ചാറെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെ ചോര വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ആൻഡ് ദേ സോ എ ട്രെയിൻ പാസിംഗ് ബൈ ആൻഡ് ആർ അമേസ്ഡ് ടു സീ ഇറ്റ് റണ്ണിങ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഹോഴ്സസ്. ഈ സമയത്താണ് അവർ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കാണുന്നത്. അപ്പോൾ കുട്ടിയൊക്കെ അതിശയായി, കാരണം അവർ കണ്ടിട്ടുള്ളത് ഈ കുതിര വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. കുതിരയുടെ ഒന്നും സഹായമില്ലാതെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് കുട്ടികൾക്ക് അതിശയമാകുന്നു. ആൻഡ് ടെറൻറ്റി ടീച്ചേഴ്സ് ദം ദാറ്റ് ട്രെയിൻസ് ഗെറ്റ് എനർജി ത്രൂ എ സ്റ്റീം എഞ്ചിൻ ദാറ്റ് ആർ ഫ്യൂൽഡ് ബൈ ബേണിംഗ് മെറ്റീരിയൽസ് ഓഫ് കോൾ ആൻഡ് വുഡ്. ഈ സമയത്ത് ടെറൻറ്റി പറയുന്നു, ഈ വാഹനത്തിന് അതിൻ്റെ എനർജി കിട്ടുന്നത് ഒരു സ്റ്റീം എഞ്ചിനിൽ നിന്നാണ്. ആ സ്റ്റീം എഞ്ചിനിൽ കൽക്കരി അല്ലെങ്കിൽ വിറക് ഉപയോഗിച്ചിട്ട്, അതായത് വിറകിൻ്റെ കഷ്ണങ്ങൾ, വിറകിൻ്റെ കഷ്ണമാണ് കൽക്കരി, ആ കൽക്കരി ഉപയോഗിച്ച് അതിന് എനർജി കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഇത് ഓടുന്നതെന്ന് പറയുന്നു. ആൻഡ് ദ ചിൽഡ്രൻ റിപ്പീറ്റഡ് വേരിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടെറൻറ്റി ആൻസേർഡ് എവറിത്തിങ്. കുട്ടികൾ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, അതിന് മറുപടിയും ടെറൻറ്റി പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ടേക്ക് നടക്കുന്നു. ആൻഡ് ടെറൻറ്റി ഈസ് എ ഗുഡ് ആൻഡ് നോളജബിൾ മാൻ ഹു നോസ് ദ ഹെർബ്സ് ദാറ്റ് ക്യാൻ ക്യൂർ വേരിയസ് ഡിസീസസ്. വളരെയധികം അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒരുപാട് അറിവുകളുണ്ട്, പ്രായോഗികമായ അറിവുകൾ. ആ അറിവുകളിലൂടെ പലതരം ഹെർബ്സിനെ കുറിച്ച്, ചെടികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതായത് പലതരം രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ള
ചെടികളെ കുറിച്ച് പറയുന്നു. ആൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ദി സൺസെറ്റ്, അറ്റ് ദ മൂൺ ഓർ ദ ബേർഡ്സ്, ഹി ക്യാൻ ഫോർകാസ്റ്റ് ദ വെദർ ഓഫ് ദ നെക്സ്റ്റ് ഡേ. ഇനി സൂര്യനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ പക്ഷികളുടെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് അടുത്ത ദിവസത്തെ കാലാവസ്ഥ എന്താണ് എന്ന് പ്രവചിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇമ്പെൻഡിങ് സ്റ്റോമിനെ കുറിച്ച് അവർക്ക് അറിയുന്നത് ടെക്നോളജിയിലൂടെയൊന്നും അല്ല, അവരറിയുന്നത് ആ പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ടിട്ടാണ്. അങ്ങനെ പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ട് അടുത്ത കാലാവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നമ്മളുടെ ടെറൻറ്റി. ആൻഡ് ഹി നോസ് ദ നെയിംസ് ഓഫ് ഓൾ ആനിമൽസ്, വൈൽഡ് ഫ്ലവേഴ്സ് ആൻഡ് സ്റ്റോൺസ്. അദ്ദേഹത്തിന് എല്ലാ പക്ഷിമൃഗാദികളുടെയും പൂക്കളുടെയും ഒക്കെ പേരറിയാം. ആൻഡ് ഹി ഈസ് വെരി വൈസ് ആൻഡ് ലേൺഡ് എവറിഥിങ് ത്രൂ എക്സ്പീരിയൻസ്. അദ്ദേഹം ഇതൊക്കെ പഠിച്ചത് എവിടെ നിന്നാണ്? ത്രൂ എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഇതൊക്കെ പഠിക്കുന്നത്. ആൻഡ് നേച്ചർ ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അധ്യാപിക പ്രകൃതിയാണ്. അധ്യാപികയായ ഈ പ്രകൃതിയിൽ നിന്നാണ് അദ്ദേഹം എല്ലാം പഠിക്കുന്നത്. ആൻഡ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്സ് ലുക്ക് ഫ്രഷർ ആൻഡ് ഗ്രീനർ ആഫ്റ്റർ ദ റെയിൻ. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഈ മഴയ്ക്ക് ശേഷം നല്ല ഫ്രഷ് ആയിട്ട് അന്തരീക്ഷവും ചെടികളൊക്കെ കാണുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാണപ്പെട്ടു. ദ ചിൽഡ്രൻ ബിക്കം സോ ഹാപ്പി ആൻഡ് ക്യൂരിയസ്. കുട്ടികൾ വളരെ സന്തോഷമാണ്, അതോടൊപ്പം തന്നെ ആകാംക്ഷയാണ്. കാരണം ഓരോ ചുറ്റുപാടിലുള്ള പ്രകൃതിയിലുള്ള ഓരോ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് കുട്ടികൾ വളരെയധികം അതിശയിച്ചിട്ടാണുള്ളത്. ആൻഡ് ദേ വോക്ക് അലോങ് ദ റിവർ ആൻഡ് സിറ്റ് ഓൺ ദ റിവർ ബാങ്ക് ആൻഡ് ഈറ്റ് ദ ബ്രെഡ്. അവര് നദീതീരത്തെത്തുന്നു, അവിടെ ഇരുന്ന് ബ്രെഡ് കഴിക്കുന്നു. ടെറൻറ്റി ആഫ്റ്റർ എ പ്രെയർ ഫോൾസ് അസ്ലീപ്. ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പ്രാർത്ഥനയും ചൊല്ലി ടെറൻറ്റി അവിടെ കിടന്നുറങ്ങുന്നു. ആൻഡ് ദ ബോയ് തിങ്സ് ഓഫ് എവറിത്തിങ്, ദ സ്റ്റോം, ദ ബീസ്, ദ ആൻഡ്സ്, ദ ട്രെയിൻ ഫ്ലാഷസ് ഇൻ ദ റിവർ എക്സെട്ര. ഈ സമയത്ത് നമ്മുടെ ഡാനിക ഉറങ്ങുന്നില്ല. അവനവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ വന്ന് നടന്ന ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നു. ആൻഡ് ഹി ഓൾസോ തിങ്സ് ഓഫ് ഹിംസെൽഫ്. പെട്ടെന്ന് അവൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഫുഡ് എക്സെട്ര. ഇനിയുള്ള ഭക്ഷണം എന്തായിരിക്കും, ഇന്ന് കിട്ടിയ ആ ഒരു ബ്രെഡ്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ആൻഡ് ദ ചിൽഡ്രൻ വാണ്ടർ ദ ഫീൽഡ്സ് ഓൾ ഡേ ആൻഡ് എൻജോയ് നേച്ചർ ആൻഡ് ലേൺഡ് ഫ്രം ടെറൻറ്റി എവറിത്തിങ്. കുട്ടികൾ ആ ദിവസം മുഴുവൻ അവിടെയൊക്കെ ഓടിക്കളിക്കുന്നു. ടെറൻറ്റി ഉറങ്ങാണ്. ഈ സമയത്ത് കുട്ടികൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നു. ഡസ് ദേ സ്പെൻഡ് എ ഡേ ഇൻ ദ കൺട്രി. ഇവിടെയാണ് ആ ഒരു ടൈറ്റിലിന്റെ പ്രാധാന്യം. എ ഡേ ഇൻ ദ കൺട്രി എന്ന ആ ഒരു ടൈറ്റിൽ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ദേ എൻജോയ് ദ നേച്ചർ ആൻഡ് ദേ റിട്ടേൺ ടു ദ വില്ലേജ് ആൻഡ് ദ ചിൽഡ്രൻ ലൈ ഡൗൺ ഇൻ ദ സ്ട്രോ. ആ ബാണിൽ നമ്മൾ പറഞ്ഞു ധാന്യപ്പുരയിൽ ആ കച്ചി അതായത് വൈക്കോലിന്റെ മുകളിൽ കുട്ടികൾ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഗ്രാമത്തിലെത്തി. ആൻഡ് ഫോക്ല ഫോൾസ് സ്ലീപ് സൂൺ. ഫോക്ല പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. കാരണം കുറെ നടന്നെയാണ്, കുഞ്ഞു മോളാണ്, അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. ആൻഡ് ദ ബോയ് വാസ് സോ എക്സൈറ്റഡ്. പക്ഷേ ആൺകുട്ടിക്ക് വളരെയധികം അതിശയം തോന്നുന്നു. ഓരോ കാര്യങ്ങൾ അവൻ ഓർക്കുന്നു. ആൻഡ് ഹി ഫോൾസ് സ്ലീപ്പ് ആൻഡ് ടെറൻറ്റി കംസ് ബാക്ക് അറ്റ് ദിസ് ടൈം വിത്ത് ബ്രെഡ്. അങ്ങനെ അവൻ്റെ ചിന്തകൾ ഈ ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇനി വരാനുള്ള കാര്യം, അതായത് നമ്മൾ പറഞ്ഞു ദേ ആർ ബെഗേഴ്സ്, നാളെ ഭക്ഷണത്തിൻ്റെ കാര്യം, അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ആ കുട്ടി ചിന്തിക്കുന്നു. ഈ സമയത്ത് ടെറൻറ്റി അങ്ങനെ അവൻ ചിന്തിച്ച് ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ടെറൻറ്റി അവിടെ ബ്രെഡുമായിട്ട് വരുന്നു. ആൻഡ് ഹി പുട്സ് ഇറ്റ് അണ്ടർ ഹിസ് ഹെഡ് ആൻഡ് പ്രേസ് ഫോർ ദം. ആ കുട്ടിയുടെ ഡാനികയുടെ തലയുടെ അടുത്ത് തന്നെ ആ ബ്രെഡ് വെച്ചിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഹിസ് ലവ് ടുവേഴ്സ് ദം ഈസ് അൺകണ്ടീഷണൽ ജസ്റ്റ് ലൈക്ക് ദ ലവ് ഓഫ് നേച്ചർ. അദ്ദേഹത്തിന് ആ കുട്ടികളോടുള്ള സ്നേഹം പ്രകൃതിയുടെ സ്നേഹം പോലെ തന്നെയാണ്. ആൻഡ് നേച്ചർ ഈസ് റിയലി ദ ആർട്ട് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ലുക്ഡ് അപ്പോൺ ഇൻ സച്ച് എ വേ. പ്രകൃതി നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്, അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കലാവിരുതാണ്. നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും. വേഴ്സ്വർത്ത് പറഞ്ഞത് എന്താണ്? നേച്ചർ ഈസ് മൈ ഗൈഡ്, സിസ്റ്റർ ആൻഡ് മദർ. പ്രകൃതി അമ്മയാണ്, സഹോദരിയാണ്, വഴികാട്ടിയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞത് റിട്ടേൺ ടു നേച്ചർ. പ്രകൃതിയിലേക്ക് മടങ്ങൂ, നിങ്ങൾക്ക് എവറിഥിങ് യു ക്യാൻ ലേൺ എവറിഥിങ്. നിങ്ങൾക്കെല്ലാം പഠിക്കാൻ സാധിക്കും, പ്രകൃതിയിലേക്ക് മടങ്ങും. അതേപോലെ തന്നെ റൂസോയും പറഞ്ഞതാണ് റിട്ടേൺ ടു നേച്ചർ. അങ്ങനെയുള്ള ആ ഒരു പ്രകൃതി ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കലാവിരുതാണ്. ആൻഡ് സോ വി മസ്റ്റ് ലുക്ക് അപ്പോൺ നേച്ചർ ഇൻ സച്ച് എ വേ. ആ ഒരു രീതിയിൽ നമ്മൾ പ്രകൃതിയെ കാണണം. അങ്ങനെയാണെങ്കിൽ പ്രകൃതി നമുക്കെല്ലാം തരും എന്ന ഒരു ഗുണപാഠമാണ്
ഈ ഒരു കഥയിലുള്ളത്. ആൻഡ് ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഇതിൽ ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം, പിന്നീട് ക്യാരക്ടർ സ്കെച്ച്, ടെറൻറ്റി എന്ന കഥാപാത്രം, അതേപോലെ തന്നെ ഫോക്ല, ഡാനിക കഥാപാത്രങ്ങൾ ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ടെറൻറ്റീസ് റിലേഷൻഷിപ്പ് വിത്ത് ചിൽഡ്രൻ. ഈ കുട്ടികളുമായിട്ട്, ഫോക്ലയും ഡാനികയുമായിട്ടുള്ള ടെറൻറ്റിയുടെ ആത്മബന്ധം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് ചോദിക്കാം. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.